ഈ മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പൺ സർജറി ഇന്നലത്തെ സർജറിയാണ്, യെസ്റ്റർഡേ സർജറി. ഒരു 50 വർഷമോ 100 വർഷമോ കഴിയുമ്പോൾ ആ സർജറിക്ക് നമ്മൾ ഏൻഷ്യൻ സർജറി എന്ന് പറയും. അപ്പോൾ ഇന്നുള്ള സർജൻസ് എല്ലാം ലാപ്രോസ്കോപ്പിക് സർജറിയിലേക്ക് മാറേണ്ടി വരും, മിനിമലി ഇൻവേസീവ് സർജറിയിലേക്ക് മാറേണ്ടി വരും. ഇനിയും കടന്നു പോയിരിക്കുന്നു റോബോട്ടിക് സർജറിയിലേക്ക്. നമ്മൾ പല സെൻറ്റേഴ്സിലും റോബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സുണ്ട്. റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ടെലി സർജറി ആയിരിക്കും ഒരു പക്ഷേ അനദർ 10 to 15 years വരാൻ പോണത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വേദനയില്ലാത്ത സർജറി, പെയിൻ ഇല്ല എന്നല്ല, പെയിൻ ഈസ് മച്ച് ലെസ്, അങ്ങനെയുള്ള ഒരു സർജറി. സ്കാറില്ലാത്ത സർജറി, ചെറിയ ടൈനി ഹോൾസ് 5 millimeter, മാക്സിമം 10 millimeter, 1 centimeter ദ്വാരത്തിലൂടെ ചെയ്യുന്ന സർജറിയാണ്. പണ്ട് കാലത്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലാത്ത പല സർജറികളും ഇന്ന് സാധ്യമായതും സർജറി കഴിഞ്ഞ് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതും ലാപ്രോസ്കോപ്പിക് സർജറി വന്നതിന് ശേഷമാണ്. ഉദാഹരണത്തിന് ഒബീസിറ്റി സർജറി 1956 അമേരിക്കയിൽ തുടങ്ങുന്നത്. ഒബീസിറ്റി സർജറി ചെയ്ത ആ കാലത്ത് മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും വളരെ കൂടുതലായിരുന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തിരുന്നില്ല. ലാപ്രോസ്കോപ്പിക് സർജറി വന്നതിന് ശേഷമാണ് ഒബീസിറ്റി സർജറിയുടെ പുനരുദ്ധാരണം എന്ന് പറയാം. അപ്പോൾ വേദന കുറവാണ്, സ്കാറില്ല, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം. 2 ദിവസത്തിലോ പിറ്റേ ദിവസമോ 3 ദിവസത്തിലോ വീട്ടിലെത്താൻ സാധിക്കുന്നു, ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു, സമയം നഷ്ടപ്പെടുന്നില്ല. എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. സാധാരണ ഓപ്പൺ സർജറിക്ക് ചിലവാകുന്നതിൻ്റെ ഒരു 20% കൂടിയേക്കാം. പക്ഷേ ഇന്നത്തെ നോർമൽ സർജറി ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. SP Mediford, you first, always.